കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ആൻറ്റി എനിക്കൊരു മെസ്സേജ് അയച്ചു. അടൂര് ഏഴംകുളം വഴി പോവുകയാണെങ്കിൽ ഒന്ന് വിളിക്കണേ, എൻ്റെ വീട്ടിലൊന്ന് ഇറങ്ങിയിട്ട് പോണേന്ന്. ഇന്നലെ വർക്ക് കഴിഞ്ഞ് വരണ വഴി ഞാൻ അവരെ വിളിക്കുകയും ആ വീട്ടിലോട്ട് പോവുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ അവസ്ഥ ഒരു വല്ലാത്ത കണ്ണ് നിറയിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വെക്കേഷൻ ആവണ സമയം ഈ കളി വീടുകളൊക്കെ നമ്മൾ ഉണ്ടാക്കും, ഈ പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ട്. അതുപോലത്തെ ഒരു വീടാണ് എൻ്റെ കണ്ണിൽ ചെന്ന് കയറി ഇപ്പം കണ്ടത്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ടാർപ്പാളിനൊക്കെ മറച്ചു വെച്ച ഒരു വീട്ടിനാണെങ്കിൽ പോലും നമുക്ക് ധൈര്യമായിട്ട് അവിടെ നിന്ന് വെള്ളം വാങ്ങിച്ച് കുടിക്കാം, അവിടെ ഇരുന്ന് ആഹാരം കഴിക്കാം. അത്രയ്ക്കും വൃത്തിയാണ്. ഇവിടുത്തെ ചേച്ചി ഒരു വീട്ടിൽ ജോലിക്ക് പോയിട്ടാണ് ഈ 2 മക്കളെ പഠിപ്പിക്കുന്നത്. പിന്നെ ഒരു അമ്മയുണ്ട്. മൂത്ത മോള് TTCക്ക് പഠിക്കുന്നുണ്ട്, രണ്ടാമത്തെ മോള് മൾട്ടിമീഡിയ പഠിക്കുന്നുണ്ട്. ഈ വീട്ടിലാണെങ്കിൽ കറണ്ട് എന്ന് പറയുന്ന സാധനമേ ഇല്ല. പകരം മെഴുകുതിരിയാണ് ഇവരുടെ വെട്ടവും വെളിച്ചവും. ഇവര് പഠിക്കാൻ പോകുന്നിടത്തു നിന്നാണ് മൊബൈലെല്ലാം ചാർജ് ചെയ്യണത്. ഇവിടുത്തെ ഡോറിന്റെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട. 30 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ സാരിയായിരുന്നു ഞങ്ങളുടെ വാതിൽ. അതുപോലെ തന്നെയാണ് 30 വർഷങ്ങൾക്ക് ശേഷം ഈ വീടിന്റെ ഡോറും. ഒരു പണിക്കാരും ഈ വീടിന്റെ പണി ഏറ്റെടുത്ത് നടത്തണമില്ല. ഈ വീടിന്റെ അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട് എനിക്ക് 100% വിശ്വാസമാണ് നമ്മളെ കൊണ്ടൊരു വീട് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന്. നിങ്ങളുടെയൊക്കെ സഹകരണമാണ് എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഒരു സഹോദരിയാണെന്ന് വിചാരിച്ച് അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കണം.